ഇന്ത്യയുടെ സാമ്പത്തിക രംഗം മുമ്പില്ലാത്ത വിധം കുതിക്കുകയാണ്. ഈ കുതിപ്പിന്റെ പരമമായ ലക്ഷ്യം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉറപ്പുവരുത്തുകയും ദാരിദ്ര്യത്തിൽ ആണ്ടുകഴിഞ്ഞ ഒരു ജനതയെ വികസനത്തിന്റെ പുതിയ ലോകത്തേക്ക് നയിക്കുക എന്നതുമാണ്. കഴിഞ്ഞ 9 വർഷ കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് വിവിധ പഠന റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം ഇന്ത്യൻ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസത്തിലാണ് ആഗോള സമൂഹവും. 2013-14 വർഷം മുതലുള്ള 9 വർഷക്കാലം 24.8 കോടി ജനങ്ങളാണ് ദാരിദ്ര്യത്തിന്റെ രാവണൻ കോട്ടകൾ പൊളിച്ച് പുറത്തുവന്നത്. നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻ ഇന്ത്യ എന്ന പുതിയ റിപ്പോർട്ടിലാണ് ഈ കണ്ടെത്തൽ. ഉത്തർപ്രദേശിൽ മാത്രം 5.94 കോടി ആളുകളാണ് ഇക്കാലയളവിൽ ദാരിദ്ര്യരേഖ മറികടന്നത്. ജനസംഖ്യയിൽ ദരിദ്രരുടെ ശതമാനം 29.17 നിന്നും 11.28% കുത്തനെ കുറഞ്ഞു. വളരെ പ്രോത്സാഹജനകമായ വാർത്തയെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിപ്പോർട്ടിനെക്കുറിച്ച് പറഞ്ഞത്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയും നമ്മുടെ സമ്പദ്വ്യവസ്ഥയിലെ പരിവർത്തനാത്മക മാറ്റങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയും പ്രതിഫലിപ്പിക്കുന്നതാണ് റിപ്പോർട്ടിന്റെ കണ്ടെത്തലെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. പോഷൻ അഭിയാൻ, അനീമിയ മുക്ത് ഭാരത് തുടങ്ങിയ സംരംഭങ്ങൾക്ക് കീഴിൽ ദാരിദ്ര്യത്തിനെതിരെ സ്വീകരിച്ച വിപുലമായ നടപടികളെക്കുറിച്ചും റിപ്പോർട്ട് സംസാരിക്കുന്നു. ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനം ഗണ്യമായി വർദ്ധിപ്പിച്ച ഇത്തരം നടപടികൾ ദാരിദ്ര്യത്തിൽ ഗണ്യമായ കുറവുണ്ടാക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പരിപാടികളിലൊന്നായ ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമത്തിന് കീഴിലുള്ള ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 81.35 കോടി ഗുണഭോക്താക്കളെ ഉൾക്കൊള്ളുന്നു. ഇത് ഗ്രാമനഗരങ്ങളിലെ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിയതായി റിപ്പോർട്ട് പറയുന്നു. ബഹുമുഖ ദാരിദ്ര്യാവസ്ഥ 50% കുറയ്ക്കുകയെന്ന ലോക സുസ്ഥിര വികസന ലക്ഷ്യം മുൻ നിശ്ചയിക്കപ്പെട്ട 2030 വളരെ മുമ്പ് തന്നെ ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ദാവോസിൽ നടന്ന വേൾഡ് എക്കണോമിക് ഫോറത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെക്കുറിച്ചുള്ള നിറഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ആഗോള സാമ്പത്തിക ചിന്തകരും നേതാക്കളും പങ്കുവച്ചത്. ലോക ഇലക്ട്രോണിക്സ് മാർക്കറ്റിൽ ആസന്നമായ ചിപ്പ് യുദ്ധത്തെക്കുറിച്ചുള്ള പുസ്തകം ചിപ്പ് വാർ എഴുതിയ ക്രിസ് മില്ലേറിന്റെ അഭിപ്രായത്തിൽ ചിപ്പ് നിർമ്മാണത്തിൽ ചൈനയുടെ അധീശത്വം മറികടക്കാൻ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയെയാണ്. ഡിസൈൻ, നിർമ്മാണം, അസംബ്ലി, പാക്കേജിംഗ് അങ്ങനെ ഇലക്ട്രോണിക്സ് വ്യവസായത്തിന്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ നടത്തുന്ന സംരംഭങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഈ രംഗത്ത് ചൈനയ്ക്ക് ബദൽ സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. പല കാരണങ്ങളാൽ ഇന്ത്യ വളരെ സവിശേഷമായ ഒരു നിമിഷത്തിലാണെന്നാണ് ആഗോള ഇൻവെസ്റ്റ്മെന്റ് ഭീമനായ ബ്രിഡ്ജ് വാട്ടറിന്റെ സ്ഥാപകൻ റേ ഡാലിയോയുടെ അഭിപ്രായം. അമിതമായ കടബാധ്യത ഇന്ത്യക്കില്ല. കൃത്യമായ ഒരു ടേക്ക് ഓഫ് പോയിന്റിലാണ് ഇന്ത്യ നിലവിൽ. വിദ്യാഭ്യാസത്തിന്റെയും സാമ്പത്തിക ശാസ്ത്രത്തിന്റെയും സംയോജനം, ശരിയായ കാര്യങ്ങളിൽ നിക്ഷേപിക്കാൻ ആവശ്യമായ പണവും സാങ്കേതിക വിദ്യയും, ഈ പരിതസ്ഥിതിയിൽ അത് കൈകാര്യം ചെയ്യുന്നതിലെ ദീർഘദർശിത്വവും കാര്യക്ഷമതയും ഇവയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നിലവിലെ ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നത്. ഏകദേശം 1980-ൽ ഡെങ് സിയാവോപിങ് വന്നപ്പോൾ ചൈനയിൽ സംഭവിച്ച മനോഭാവ മാറ്റത്തിന് സമാനമായ ഊർജം ഇന്ത്യയിലുമുണ്ട്. പ്രധാനമന്ത്രി മോദിയിൽ നിങ്ങൾക്കൊരു മികച്ച നേതാവുണ്ട്, റേ ഡാലിയോ നിരീക്ഷിച്ചു. ലോക സാമ്പത്തിക ഫോറം പ്രസിഡന്റ് ബോർഗെ ബ്രാൻഡെ ഇന്ത്യയുടെ മുന്നേറ്റത്തെ വിലയിരുത്തിയത് സ്നോബാൾ ഇഫക്റ്റ് എന്നാണ്. മുന്നോട്ടു പോകുന്തോറും കൂടുതൽ ശക്തവും ബൃഹത്തുമായി മാറുന്ന സമ്പദ്ഘടന. നിലവിൽ എക്സ്പോണൻഷ്യൽ വളർച്ച പ്രകടിപ്പിക്കുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു ദശാബ്ദത്തിനുള്ളിൽ 10 ട്രില്യൺ എന്ന ലക്ഷ്യം മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ രംഗങ്ങളിലെ ഇന്ത്യയുടെ പരിഷ്കാരങ്ങളെ അദ്ദേഹം ആത്മവിശ്വാസത്തോടെ കാണുന്നു. സംഘർഷമില്ലാത്ത സുരക്ഷാപൂർണമായ സമാധാന അന്തരീക്ഷം, സുതാര്യത, ചുവപ്പ് നാടയ്ക്കെതിരായ പോരാട്ടം, നിക്ഷേപം, ഗവേഷണ വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലെ ശ്രദ്ധ, അങ്ങനെ ഇന്നത്തെ ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകങ്ങൾ ഏറെയാണ്. ഇന്ത്യയുടെ ഗ്രാമീണ കാർഷിക മേഖലയിലും ഈ അഭിവൃദ്ധിയുടെ പ്രതിഫലനങ്ങൾ വ്യക്തമാണ്. ഇതിന്റെ സൂചന തരുന്ന ഒന്നാണ് ഗ്രാമീണ മേഖലകളിൽ വർദ്ധിച്ചുവരുന്ന വാഹന വിപണി. മെച്ചപ്പെട്ട ഉപഭോക്തൃ വികാരങ്ങളും
ഗ്രാമീണ മേഖലയിലെ മെച്ചപ്പെട്ട പണലഭ്യതയും പ്രകടമായ 2023 വർഷത്തിൽ ഗ്രാമീണ വിപണികളിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന വിൽപ്പന വിഹിതമാണ് മാരുതി സുസുക്കി, ഹ്യുണ്ടായി മോട്ടോർ, ടാറ്റ മോട്ടോഴ്സ്, റെനോ ഇന്ത്യ തുടങ്ങിയ വാഹന നിർമ്മാതാക്കൾ രേഖപ്പെടുത്തിയത്. രാജ്യത്തെ മുൻനിര കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കിയുടെ ഗ്രാമീണ വിൽപ്പന വിഹിതം 2023 45% ഉയർന്നു. ഹ്യുണ്ടായിയിൽ ഇത് 19.1%, ടാറ്റ മോട്ടോഴ്സ്, റെനോ ഇന്ത്യ എന്നിവയ്ക്ക് ഇത് 40% എന്നിങ്ങനെയാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാവായ ടാറ്റ മോട്ടോഴ്സ് 2023 ഗ്രാമീണ വിപണികളിൽ നിന്ന് അതിന്റെ എക്കാലത്തെയും ഉയർന്ന വിൽപ്പന വിഹിതം കൈവരിച്ചു. കമ്പനിയുടെ ഗ്രാമീണ വിൽപ്പന ഈ വർഷം 10% വർദ്ധിച്ചു. ഗ്രാമീണ വിപണികളിൽ പരമ്പരാഗതമായി സാമ്പത്തിക ആരോഗ്യം അടയാളപ്പെടുത്തുന്ന ഇരുചക്ര വാഹന വിൽപ്പനയും കുതിച്ചുയരുകയാണ്. മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ, മോഡലുകൾ എന്നിവയുടെ വിൽപ്പന കഴിഞ്ഞ പാദത്തിൽ 23% ഉയർന്നത് ഉത്സവ സീസണിൽ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ വീണ്ടെടുക്കലിന്റെ ശക്തി വ്യക്തമാക്കുന്നു. 2023-24 ലോകത്തിലെ ഏറ്റവും വലിയ പയർവർഗ ഉൽപാദക രാജ്യമായി ഇന്ത്യ മാറുമെന്ന് കണക്കുകൾ. 2023-24 വിളവർഷത്തിൽ ഏകദേശം 16 ലക്ഷം ടൺ എന്ന നിരക്കിൽ ഉൽപാദനത്തിൽ എക്കാലത്തെയും മികച്ച കുതിച്ചുചാട്ടമുണ്ടാകുമെന്നാണ് അനുമാനം. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ പയർ ഉൽപാദകരായി ഇന്ത്യ മാറുമെന്ന് യൂണിയൻ കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി രോഹിത് കുമാർ സിംഗ് പറഞ്ഞു. കാർഷിക മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം റാബി സീസണിൽ ഇതുവരെ വിത കഴിഞ്ഞ കൃഷിസ്ഥല വിസ്തീർണം 19.4 ലക്ഷം ഹെക്ടറായി വർദ്ധിച്ചിട്ടുണ്ട്. പയറിന്റെ മിനിമം താങ്ങുവില 2020-21 ക്വിന്റലിന് 5100 രൂപയിൽ നിന്ന് 2024-25 6425 രൂപയായി ഏതാണ്ട് 26% വർദ്ധിച്ചതാണ് കർഷകർ കൂടുതലായി പയർവർഗ കൃഷിയിലേക്ക് നീങ്ങിയതെന്ന് വ്യവസായ രംഗത്തെ പ്രമുഖർ വിലയിരുത്തുന്നു.